വൺസ് അഗൈൻ നജുമിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെയാണല്ലോ നമ്മുടെ പരീക്ഷയുള്ളത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് പഠിച്ച് കഴിഞ്ഞോ, തീർന്നോ? ഇന്ന് രാത്രി ലൈവിൽ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ടാവുന്ന കരുതുന്നു. നിങ്ങളെ കൂടെ പഠിക്കുന്ന എല്ലാവരും കൊണ്ടുവന്നോ. പക്ഷെ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചു വാ, എന്നാൽ കൂടുതൽ നിങ്ങൾക്ക് എന്തേ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാം. എന്നാലും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സംതിങ് എക്സാം നന്നായിട്ട് എഴുതാനുള്ള സാധനം നമ്മൾ ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യും. 7 മണിക്കാണ് ലൈവ്, നിങ്ങളൊക്കെ ഉണ്ടാവണം. ഓക്കെ, നോക്ക് നിങ്ങൾ ബ്ലോക്ക് 4 പ്രധാനപ്പെട്ട MCQ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് അവസാനിക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം, ഹു അമംഗ് ദ ഫോളോയിങ് moderate leaders proposed the drain theory to explain British economic exploitation in India? മോഡറേറ്റ് ലീഡേഴ്സിലെ ആരാണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞത് ആരാ? ദാദാബായ് നവറോജിയാണ്. ഈ നവറോജി എന്ന പേര്, മസ്ദ, നവറോജി, ഇതൊക്കെ എപ്പോഴും പാർസി മതമായിട്ട് ബന്ധപ്പെട്ട, ഇറാനിൽ നിന്ന് വന്ന മതമാണ് പാർസി മതം. പാർസി മത വിശ്വാസികൾ ബോഡി ദഹിപ്പിക്കൂല, അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്നവരെ മണ്ണിനടിയിൽ അടക്കൂല. അതിന്റെ പകരം ഹിന്ദുക്കളാണ് ഈ കത്തിക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇവരെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുക ചെയ്യുക. ക്രിസ്ത്യാനികളൊക്കെ അടക്കം ചെയ്യും, പക്ഷെ ഇവർ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പോലെയുള്ള കഴുകന്മാരുണ്ട്, ഇത് വന്നിട്ട് ഭക്ഷിക്കും. അങ്ങനെ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെ. എനിവേ, ദാദാബായ് നവറോജിയാണ്. അപ്പോൾ ഓർത്തിരുന്നോ, ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹം അവതരിപ്പിച്ച പുസ്തകത്തിന്റെ പേര് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇവിടെ 3 തരത്തിലെ ചോദ്യം വരല്. ആരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്? അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അത് ആരാ എഴുതിയത്? ദാദാബായ് നവറോജി. അല്ലെങ്കിൽ ദാദാബായ് നവറോജി പ്രപ്പോസ് എ തിയറി, ഡ്രെയിൻ തിയറി. ആരാണ് ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത്? ദാദാബായ് നവറോജി. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഡ്രെയിൻ തിയറി പ്രപ്പോസ് ചെയ്ത പുസ്തകം ഏതാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയും ബ്രിട്ടീഷുകാരും ഇന്ത്യക്ക് യോജിക്കാത്ത ഭരണം, അല്ലെ? ദാരിദ്ര്യവും ഇന്ത്യക്ക് യോജിക്കാത്ത ബ്രിട്ടീഷ് ഭരണം, അതാണ് അതിന്റെ മലയാളം. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ബഹുമാനിച്ച് പറയുന്നതാണ്. വിച്ച് of the following was a key demand of the moderates during the early phase of the Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3 ഘട്ടം ഉണ്ടെന്ന് പലതവണ പറഞ്ഞു. അതിൽ ആദ്യ ഘട്ടമാണ് മോഡറേറ്റുകൾ, മിതമായിട്ട് വാദിക്കുന്നവർ. അതിന്റെ മലയാളം മിതവാദികൾ, അല്ലെ? എക്സ്ട്രീമിസ്റ്റ്, തീവ്രവാദികൾ, തീവ്രമായിട്ട് വാദിക്കുക. നമ്മളൊരു കാര്യത്തെ തീവ്രമായിട്ട് വാദിക്കുന്നതാണ്, എനിക്കത് കിട്ടിയേ തീരൂ, അപ്പോൾ തീവ്രവാദിയാണ്. അത് ആയുധം കൊണ്ടാണെങ്കിൽ അവർ അപ്പൊ ഭീകരവാദിയായി മാറി. തീവ്രവാദികൾ ഭീകരവാദി എപ്പോഴാണ് മാറുക? ആയുധം എടുക്കുമ്പോൾ. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ പഹൽഗാമിൽ വന്നത് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. കാരണം എന്താ? ഭീകരന്മാരാവാൻ കാരണം അവരെന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, ആ പർപ്പസ് അവരെന്ത് ചെയ്യണം? ആയുധം കൊണ്ട് നടപ്പിലാക്കുകയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ പല കാര്യത്തിലും ഹസ്ബൻഡുമാരോടോ അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ തീവ്രവാദികളാവാറുണ്ട്. അതെനിക്ക് കിട്ടിയേ തീരും, അല്ലെ? പക്ഷെ നമ്മൾ ഭീകരവാദികളാവില്ല, അതാവാൻ പാടില്ല. മനസ്സിലായോ? ഭീകരവാദികളാവുമ്പോഴാണ് സമൂഹത്തിൽ നാശം ഉണ്ടാവുക. ഇവിടെ മോഡറേറ്റുകൾ ഡ്യൂറിങ് ദ ഏർലി ഇന്ത്യ അവരെന്താണ് ചെയ്തത്? ആദ്യം അവരെ മോഡറേറ്റിന്റെ ആദ്യ കാലഘട്ടം എന്താണ്? 1885 മുതൽ 1905 വരെയുള്ള ആ കാലഘട്ടത്തിൽ അവർ കാര്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ത്യക്കാരെന്ത് ചെയ്യുക? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എടുക്കുക, അഥവാ പാർലമെന്റിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ അതിൽ ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ എന്ത് ചെയ്യുക? ഭരണത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. ഇതൊക്കെ ആയിരുന്നു. അല്ല സ്വതന്ത്രമാണെന്ന് കോൺഗ്രസ്സുകാർ ആ സമയത്ത് ചോദിച്ചിട്ടേ ഇല്ല. ചോദിക്കാനുള്ള സമയം ഇല്ലായിരുന്നു. അങ്ങനെ ചോദിക്കാനുള്ള സാഹചര്യമല്ല. കാരണം ഏത് സംഘടന വന്നാലും ബ്രിട്ടീഷ് അടിച്ചമർത്തുമായിരുന്നു. അത് നമ്മൾ പതിയെ ട്രാക്കിലേക്ക് കൊണ്ടുവരാണ് പിന്നീട് ചെയ്തത്. അത് പിന്നീട് എന്ത് ചെയ്തു? എക്സ്ട്രീമിസ്റ്റിന്റെ കയ്യിലേക്ക് എത്തി. കുറച്ചുകൂടി തീവ്രമായിട്ട് സ്വാതന്ത്ര്യത്തെയും സ്വയംഭരണത്തെ ആഗ്രഹിക്കുന്നവരാണ് ആര്? തീവ്രവാദികൾ. ഇവിടെ അത്രത്തോളം തീവ്രതയില്ല, കുറച്ച് കുറവാണ്. അപ്പൊ ഇവരെ നമ്മൾ എന്ത് വിളിച്ചു? മിതവാദികൾ. കുറച്ചും കൂടി പക്വതെത്തിയ ആൾക്കാരൊക്കെ ആവാം, അതുകൊണ്ടായിരിക്കാം. Who among the following was not part of Lal Pal Bal trio of extremist leaders? കോൺഗ്രസിന്റെ 2ാമത്തെ ഘട്ടത്തിൽ വന്ന ട്രിയോ ആണിത്, സഖ്യം, അല്ലെ? 3 ട്രിയോ എന്ന് പറയുമ്പോ എന്താ? ത്രിസഖ്യം, അല്ലെ? 3 പേരടങ്ങുന്നത്, ട്രിപ്പിൾ, അല്ലെ? 3 ആൾക്കാർ. ഇപ്പൊ നമുക്ക് 3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ട്രിയോ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഈ ലാൽ പാൽ ബാലിന്റെ ഭാഗമല്ലാത്ത ആരാന്നുള്ളതാണ്. അത് അരബിന്ദ ഘോഷ്. അപ്പൊ ആരാണ് ലാൽ പാൽ ബാലിന്റെ ഭാഗമായിട്ടുള്ളത്? അത് ലാലാ ലജ്പത് റായി ആണ്, ബാലഗംഗാധര തിലകനാണ്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ. ഈ 3 പേരാണ്. ഇതിൽ പെടാത്ത ഒരു പ്രധാന തീവ്ര ആശയക്കാരനായിരുന്നു അവർ. തീവ്രാശയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് സ്വയംഭരണം വേണമെന്ന് വാദിച്ച കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചോരത്തിളപ്പായിരുന്നു ആര്? അരബിന്ദ ഘോഷ് എന്ന് പറയുന്നത്. അരബിന്ദ ഘോഷ്. ഓക്കെ, ഓർത്തിരുന്നോ? അപ്പോ ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. സ്വദേശി മൂവ്മെന്റ്
1905 അല്ലെ, ഓർത്തിരുന്നോ? സ്വദേശി മൂവ്മെന്റ് എന്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്? ബംഗാൾ പാർട്ടീഷന്റെ ഭാഗമായിട്ട് വന്നതാണ് അല്ലെ. 1905 ബംഗാൾ പാർട്ടീഷൻ ഉണ്ടായത്. 1905 ഓർത്തിരിക്കേണ്ടത് അങ്ങനെയാണ്. ലോർഡ് കേഴ്സൺ ബംഗാളിന്റെ 2 കഷ്ണമായിട്ട് ഉപയോഗിച്ചാണ് ഇത് ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. 1905 അടുത്ത ചോദ്യം എങ്ങനെ വരിക? 1905 ലോർഡ് കേഴ്സൺ എന്ത് ചെയ്ത്? ബംഗാൾ പാർട്ടീഷൻ നടത്തിയത്. അതുപോലെ തന്നെ പിന്നെന്താ പറയാ, സ്വദേശി മൂവ്മെന്റ് അതിന്റെ ഫലമായിട്ട് ഇന്ത്യക്കാർ കൊണ്ടുവന്നാണ്. ബാലഗംഗാധര തിലകന സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഓക്കെ, വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മേജർ ഇവന്റ് ദാറ്റ് ലെഡ് ടു റൈസ് ഓഫ് എക്സ്ട്രീമിസം ഇൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കണ്ടോ, അതോടുകൂടെ എന്ത് ചെയ്തു? കുറച്ച് തീവ്രമായ ആശയങ്ങൾ ഇന്ത്യക്കാർ കൊണ്ടുവന്ന് ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഗാന്ധിജിക്ക് മുന്നേ സ്വദേശി പ്രസ്ഥാനം കൊണ്ടുവന്നാരാ? ബാലഗംഗാധര തിലകനാണ്. ഇതാണ് പിന്നീട് ഗാന്ധിജി 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, സഹകരിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെന്താ പറയാ പ്രസ്ഥാനം കൊണ്ടുവരാൻ ഗാന്ധിജിയെ പോലും കൊണ്ട്. അപ്പോൾ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓർത്തിരിക്കുക. ഇവിടെ 1880, ഞാൻ ഓപ്ഷൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം 1850 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ, അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1850 ഓർത്തിരിക്കുക. ബംഗാൾ പാർട്ടീഷൻ 1905 ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ, കൂട്ടക്കൊല 1919. പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. കണ്ട നിങ്ങൾ, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതിൽ നിന്ന് പ്രചോദനം, അഥവാ ഇന്ത്യക്കാർ സംതിങ് ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി NCM സ്റ്റാർട്ട് ചെയ്തത്. നോൺ കോപ്പറേഷൻ, NCM, നിസ്സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ സംഭവങ്ങളും ഒന്നുമായി കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ബാലഗംഗാധര തിലകൻ സ്വദേശി ആരംഭിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടാണ്? അത് ആരംഭിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്ക് നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് വാസ് നോട്ട് യൂസ്ഡ് ബൈ എക്സ്ട്രീമിസ്റ്റ്സ് ഡ്യൂറിംഗ് ദെയർ ഫേസ്? എക്സ്ട്രീമിസ്റ്റുകൾ ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. അതിൽ എക്സ്ട്രീമിസ്റ്റുകൾ ഉപയോഗിക്കുക ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് അല്ലെ, വിദേശ വസ്തുക്കൾ ബോയ്ക്കോട്ട് ബഹിഷ്കരിക്കുക. പെറ്റീഷനിങ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോർ റിഫോംസ്, പരാതി കൊടുക്കുക ബ്രിട്ടീഷുകാർക്ക്, പേപ്പറിൽ എഴുതിയിട്ട് ഞങ്ങൾ പരാതി പ്രശ്നം പരിഹരിച്ചതെന്ന് പറയാം. പ്രൊമോഷൻ ഓഫ് സ്വദേശി ഇൻഡസ്ട്രീസ്, ഇന്ത്യക്കാരുടെ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പാസീവ് റെസിസ്റ്റൻസ് അല്ലെ, സഹന സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇതിൽ ഇവർ ചെയ്യാത്ത എന്താ? മറ്റൊരു ചെയ്തിരുന്നത് മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 85 മുതൽ 905 വരെ അല്ലെ, പലതവണ പറഞ്ഞു. ഇവരാണ് മോഡറേറ്റ്, മിതവാദികൾ. അവരുടെ പ്രധാന പരിപാടി എന്തായിരുന്നു? പെറ്റീഷൻ എഴുതാ, കൊടുക്കുക, പരാതി കൊടുക്കുക. പരാതി കൊടുത്തിട്ടുള്ള പരിപാടികൾ അത് ടീച്ചർ എന്ത് ചെയ്യും? അതിങ്ങനെ മടക്കിയിട്ട് ചവച്ചു കൊട്ടി ഒറ്റ വേസ്റ്റ് ബിൻ. ഓക്കെ, ജാവോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ഇവിടെ ഇവര് പലതരത്തിൽ ആ പരിപാടിക്ക് പോലും നിന്നിട്ടില്ല. എഴുതി കൊടുത്തുള്ള പരിപാടി ഒന്നുമില്ല. കുറച്ചും കൂടി എന്താ ചെറുപ്പക്കാരല്ലേ അല്ലെ, നമ്മളെ മറ്റേ പറഞ്ഞാല് സാധാരണ. യെസ്, അപ്പോ അവർ ചെയ്യാത്ത കാര്യം ചോദിച്ചാൽ ചെയ്യാത്ത കാര്യം നമ്മൾ പറഞ്ഞതും. വിച്ച് ഇവന്റ് ഇൻ 1905 significantly radicalized Indian nationalists and contributed to the rise of extremism? 1905 നിങ്ങൾ കാണുമ്പോൾ അപ്പൊ കുത്തിക്കോ, അതിൽ പോകേണ്ടത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനം പറയുമ്പോൾ കൊണ്ടുവന്ന ആളാരാ? ലോർഡ് ഹാർഡിഞ്ച്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത് 1911 ആരാണ് അത് റദ്ദ് ചെയ്തിട്ടുള്ളത്? ഹാർഡിഞ്ചാണ്. ഹാർഡിൻ സെക്കൻഡ്, 2 ഹാർഡിഞ്ചുമാർ വന്നിരുന്നു. അന്നത്തെ വൈസ്രോയ് ഹാർഡിൻ സെക്കൻഡ് 1911 ബംഗാൾ വിഭജനം റദ്ദയാണ്. അപ്പൊ 1915 വന്ന 2 സംഭവം, ഒന്ന് ബംഗാൾ വിഭജനം, അതിന്റെ ഫലമായിട്ട് വന്ന സ്വദേശി പ്രസ്ഥാനം, ബ്രിട്ടീഷുകാരെ ബഹിഷ്കരിക്കുക. അങ്ങനെയാണല്ലോ, നമ്മളൊരു യുദ്ധം ഉണ്ടാകുമ്പോഴാണല്ലോ ആ രാജ്യത്തിന്റെ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ പറയല്ലേ. പണ്ട് ബുഷ് ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? യുദ്ധം ഉണ്ടായിട്ട് നമ്മൾ അമേരിക്കൻ സാധനങ്ങൾ ബഹിഷ്കരിച്ചു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലാണ്, 2004 എൻ്റെ ഓർമ്മ അല്ലെ. അമേരിക്കൻ സാധനങ്ങൾ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾഗേറ്റ് ഒക്കെ ബഹിഷ്കരിച്ചത് അമേരിക്കൻ്റെ സാധനം. ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഏത് രാജ്യത്തിന്റെ സാധനം. നമ്മുടെ രാജ്യത്തിന്റെ സാധനങ്ങളൊന്നും ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. പോട്ടെ. വാട്ട് വേർ ദ 4 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ എക്സ്ട്രീമിസ്റ്റ്സ്? എക്സ്ട്രീമിസ്റ്റിന്റെ 4 പ്രധാനപ്പെട്ട ആശയം പറയാനാണ്. സ്വരാജ്, സ്വദേശി, ബോയ്ക്കോട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ. അവർ പറഞ്ഞ കാര്യമാണ്. സ്വരാജ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭരിക്കാനുള്ള അധികാരം, സെൽഫ് റൂൾ. സ്വദേശി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ബോയ്ക്കോട്ട് പറഞ്ഞാൽ വർജിക്കുക, ഒഴിവാക്കുക, ബ്രിട്ടീഷ് സാധനങ്ങൾ ഒഴിവാക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ. സ്വരാജ്, സ്വദേശി, ബോയ്ക്കോട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ. ഇതായിരുന്നു എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഹു എമംഗ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് വാസ് ഇൻവോൾവ്ഡ് ഇൻ 1912 അല്ലെ, 1912 ബോംബ് അറ്റാക്ക്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ചിനെ ബോംബ് വെച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഹാർഡിഞ്ച് തലനാരിഴക്കരി രക്ഷപ്പെട്ടു.
എസ്കേപ്ഡ്. ഭാഗ്യമുണ്ട് തോന്നുന്നു. അതിൽ ഉൾപ്പെട്ട ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അതിൽ വരുന്നത് പിന്നെ ഭഗത് സിംഗ് അല്ല കേട്ടോ. ഭഗത് സിംഗ് 1928 വരുന്നത്. ഭഗത് സിംഗിനെ നിങ്ങൾ കൊണ്ടുവരുന്നത് രാജ് ബിഹാരി ബോസ് ആണ്. രാജ് ബിഹാരി ബോസ്, അതുപോലെ തന്നെ സച്ചിൻ സന്യാൽ, ഈ രണ്ട് പേരാണ് കേട്ടോ. രാജ് ബിഹാരി ബോസ് ആൻഡ് സച്ചിൻ സന്യാൽ. ഇവര് ബോംബിടാൻ നോക്കിയത് ആർക്കെതിരെയാണ്? ഹാർഡിഞ്ച് സെക്കൻഡിനെ ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ കീ റിയാക്ഷണറി പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കേഴ്സൺ? ലോർഡ് കേഴ്സൺ ഇന്ത്യയിലെ ഇന്ത്യക്കാർക്കെതിരെ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന പലരും ഉണ്ട്, പോസിറ്റീവായി കൊണ്ടുവന്ന പല ആൾക്കാരും ഉണ്ട്. ചില വൈസ്രോയിമാരൊക്കെ ഭയങ്കര ഇന്ത്യക്കാരെ നന്നാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. അൾട്ടിമേറ്റ്ലി അവർക്കാണ് സുഖമെങ്കിലും നല്ല സ്വഭാവമുള്ള. പക്ഷേ ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഒരു സാധനമാണ്. ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട്, അതിൽ പെട്ടൊന്നാണ് ബംഗാൾ വിഭജനം, അല്ലെ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. മുസ്ലിം ഭൂരിപക്ഷത്തെ ഒരു ഭാഗത്തും ഹിന്ദു ഭൂരിപക്ഷത്തെ മറ്റൊരു ഭാഗത്തും വെച്ചിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക. സമ്മതിച്ചു കൊടുക്കരുത് നമ്മളതിനൊന്നും. ആധുനിക കാലത്ത് അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സാധനമായിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ 1917 അറസ്റ്റ് കൂടാതെ ഇതില്ലാതെ, വാറണ്ട് ഇല്ലാതെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വെക്കാനും ഉള്ള പവറാണ് റൗലറ്റ് ആക്ട്. ഇതിന്റെ ഭാഗമാണ് എന്ത് വന്നത്? ജാലിയൻ വാലാബാഗ് മസാക്കർ വന്നത്, അല്ലേ? പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇതാണ് പിന്നെന്താ പറയാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 10 വർഷം കൂടുമ്പോൾ അവർ ആക്ട് കൊണ്ടുവരുന്നത് 1909. ഇങ്ങനെ. അപ്പോൾ ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്ന ആരാണ് കൊണ്ടുവന്നത്? യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോർഡ് കേഴ്സൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. വാട്ട് സ്ലോഗൻ ബിക്കെയിം ദ റാലിയിങ് ക്രൈ ഓഫ് ദ സ്വദേശി മൂവ്മെന്റ്? 1905 സ്വദേശി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു, അല്ലെ? അതിൽ വിളിച്ചിരുന്ന ഏതാ? ഡു ഓർ ഡൈ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഡു ഓർ ഡൈ എപ്പോഴാണ് വിളിച്ചത്? 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്, അല്ലെ? ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാരോട് പോരാടുക, അല്ലെങ്കിൽ നമ്മൾ മരിക്കുക. ഡു ഓർ ഡൈ, അല്ലെ? നമ്മൾ പഠിക്കുന്ന സമയത്ത് എഴുതി വെക്കില്ലേ? ഡു ഓർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മുദ്രാവാക്യമൊക്കെ എഴുതി വെക്കലുണ്ട്, അല്ലെ? പോട്ടെ. അപ്പോൾ അതിൽ 1905 വന്ദേ മാതരം എന്ന് പറയുന്ന പിന്നെ ബങ്കിങ് ചന്ദ്ര ചാറ്റർജി, അദ്ദേഹം ഇൻഡിഗോ റവല്യൂഷൻ, നീലം കർഷകരുടെ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് എഴുതിയൊരു സാധനമാണ്. അത് പിന്നീട് ഫേമസ് ആകുന്നത് പിന്നീടാണ്. നിങ്ങളുണ്ടല്ലേ ചില യൂട്യൂബറിലൊക്കെ എന്നോ എടുത്തു പോയതായിരിക്കും. ഇപ്പൊ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് അസ്ലമോയം എന്ന് പറയുന്ന യാത്രക്കാർ എത്രയോ കാലമായിട്ട് യൂട്യൂബിൽ വീഡിയോ എന്നോ ചെയ്തൊരു സാധനം ആരോ എടുത്ത് പിന്നിട്ടു. പിന്നെ എല്ലാവരും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എങ്ങനെ ആനപ്പുറത്തൊക്കെ ചടപ്പിച്ചില്ലേ? പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാൽ വന്ദേ മാതരം. ഓക്കെ, ഡു ഓർ ഡൈ. അപ്പൊ ഓർത്തിരിക്കുക വന്ദേ മാതരം. Who among the following leaders famously declared Swaraj is my birthright and I shall have it? അല്ലെ? സ്വയംഭരണാവകാശം എൻ്റെ ജന്മ അവകാശമാണ്, അല്ലെ? ആസ് എ പൗരൻ ഓഫ് ഇന്ത്യ എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഐ ഷാൽ ഹാവ് ഇറ്റ്, ഞാൻ നേടുക ചെയ്യും, അത് എടുത്തിരിക്കും, അല്ലെ? അങ്ങനെ പറഞ്ഞത്. അത് പറഞ്ഞാരാ? അത് ആരായിരിക്കും പറയാ? ആർക്കാ പറയാൻ കഴിയുള്ളൂ? അന്ന് 1905 സ്വദേശി പ്രസ്ഥാനം കൊണ്ടുവന്ന ബാലഗംഗാധര തിലകന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ബ്ലോക്ക് 4 കഴിഞ്ഞു, ബ്ലോക്ക് 5ന്റെ MC കൂടി വിടുന്നുണ്ട്. രാത്രി എല്ലാവരും കാണണം. ഓക്കെ, കമന്റ് ബോക്സിൽ നല്ല കമന്റുകളായിട്ട് എല്ലാവരും വരണം. ഇതിന്റെ കമന്റ് ബോക്സ് നിറച്ചോ. ഓക്കെ, സി യു, ബൈ ബൈ.